തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചവിട്ടുനാടക മത്സരത്തിൽ ഇത്തവണയും കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. ഈ ഇനത്തിൽ കഴിഞ്ഞ വർഷത്തെ ഒന്നാം സ്ഥാനം ഇത്തവണയും നിലനിർത്തി ജില്ലയുടെയും സ്കൂളിൻ്റെയും അഭിമാനമുയർത്താനുള്ള കഠിന പ്രയത്നത്തിലാണ് ലിയാൻഡ പോളിൻ്റെ നേതൃത്വത്തിലുള്ള 10 അംഗ ടീം. മധ്യ കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിലെ ഒരു പരമ്പരാഗത കലാരൂപമാണ് ചവിട്ടുനാടകം. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി തന്നെ കേരളത്തിൽ പ്രചരിച്ച ഈ കലാരൂപം അതിൻ്റെ പാരമ്പര്യ തനിമ ചോരാതെ തന്നെ നിരവധി വേദികളിൽ അവതരിപ്പിച്ച് സമ്മാനങ്ങൾ നേടിയാണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വിദ്യാർത്ഥികൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് പോകുന്നത്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ലിയാൻഡ പോളിൻ്റെ നേതൃത്വത്തിൽ അജുനയും മഞ്ജിമയും ജിഗിനയും അർച്ചനയും അൽക്കയും ശരണ്യയും നിവേദും ആനന്ദും ആദിലയുമാണ് ചവിട്ടുനാടകത്തിൽ അണിനിരക്കുന്നത്. കലാരൂപമാണല്ലോ, അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഇത് എന്താണെന്ന് തോന്നിപ്പോകും. പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ അടിപൊളിയാണ്, നാടകമാണ്, അതിൻ്റെ അകത്ത് ഡാൻസ് വരും, എല്ലാം കൂടി വരുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ കഥ അറിയണം, കഥ അറിഞ്ഞാലോ നമുക്കത് അതിനെ ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ മാക്ബത്തിൻ്റെ സ്റ്റോറിയാണ്. അതായത് ഡങ്കൻ രാജാവിൻ്റെ മന്ത്രിയാണ് മാക്ബത്ത്. അപ്പോൾ മാക്ബത്തിനോട് മെക്ഡൊണാൾഡിനെ വധിക്കാനായിട്ട് പറയുകയാണ്. അപ്പം മെക്ഡൊണാൾഡിനെ വധിക്കുന്നു, അങ്ങനെ മന്ത്രിയായിട്ട് നിയമിക്കുകയാണ് ഡങ്കൻ രാജാവ് മാക്ബത്തിനെ. ഇതാണ് ഞങ്ങളെടുത്ത സ്റ്റോറി. മാസങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെയാണ് ഇതിനാവശ്യമായ മെയ്വഴക്കത്തിലേക്ക് ഇവരെത്തിയത്. കഴിഞ്ഞ വർഷവും ചവിട്ടുനാടകത്തിൽ 1ാം സ്ഥാനം നേടിയത് ഇതേ കുട്ടികളാണ്. ഇത്തവണയും ആ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണിവർ. ഒത്തിരി സന്തോഷം തോന്നുകയാണ്. കുറേ മാസത്തെ ഞങ്ങളുടെ പരിശീലനമാണ്. നമുക്ക് അതിൽ മനോഹരമായിട്ട് നമുക്ക് അവിടെ അവതരിപ്പിക്കണം. ഞങ്ങൾ എറണാകുളത്തുള്ളൊരു ഋതുൽ സാറും റോയ് സാറും കൂടിയാണ്. ഞങ്ങളെ 2-3 മാസമായിട്ട് കഠിനമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ സാറുമാരെ ഞങ്ങൾക്ക് കൊണ്ടുവന്നു ഞങ്ങളുടെ മാനേജർ വത്സൻ സാറാണ്. വത്സൻ സാറിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട്, നമുക്ക് എല്ലാവരുടെ സപ്പോർട്ടാണ് നമുക്ക് സംസ്ഥാന തലത്തിലേക്ക് എത്താനുള്ളൊരു പ്രചോദനമായിട്ട് മാറിയത്. സംസ്ഥാന കലോത്സവത്തിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സ്കൂൾ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് KP സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ CP ജംഷീന അധ്യക്ഷയായിരുന്നു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KV വിജയൻ, പ്രോഗ്രാം കോർഡിനേറ്റർ K സുദിന, സ്റ്റാഫ് സെക്രട്ടറി ഷീന എന്നിവരും സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ ചവിട്ടുനാടകം അവതരിപ്പിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.